ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെയല്ലേ വരുന്നത്. നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയാലോ? അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളിലേക്ക് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അവിയൽ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് കഷ്ണങ്ങൾ മാറ്റി കൊടുക്കുക. അതിലേക്ക് സാധാരണ വെള്ളം 1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ചെയ്യുക. അടപ്പിട്ട് മൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. നന്നായി കഷ്ണങ്ങളൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ണങ്ങളൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വീണ്ടും അടപ്പിട്ട് മൂടി വേവാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ ജീരകം, കടുക് എന്നിവയാണ്. ഇവ നമ്മൾ ഒരുമിച്ചല്ല അരയ്ക്കുന്നത്, രണ്ടായിട്ടാണ്. ആദ്യം തന്നെ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞളും കൂടി ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. പിന്നീട് ജീരകവും കടുകും ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നിവ ചതച്ച് മാറ്റി വെക്കുക. കഷ്ണത്തിലെ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ആദ്യം ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് അടപ്പിട്ട് മൂടി 2 മിനിറ്റ് ഒന്ന് ചൂടാകാനായിട്ട് വെക്കുക. ഇപ്പോൾ തന്നെ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ അവിയലിനെ ഒന്ന് തണുക്കാൻ വിടുക. ഒന്ന് നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള അവിയൽ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് സദ്യയിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അവിയലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ ഓണത്തിന് നമ്മുടെ അവിയൽ സൂപ്പർ ആവട്ടെ.